ഗോപാലമാമ ചെയ്യരുത്, ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞേ. മോളെ കൃഷ്ണേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ പറയും മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്ക, ഞങ്ങൾ തരാം. വാതിലടയ്ക്ക് വേഗം. എടാ ഒഴിക്കടാ എല്ലായിടത്തും. മൂർത്തി, അയ്യോ ഒഴിക്കടാ അങ്ങോട്ട്, മൊത്തം ഒഴിക്കേ. എല്ലായിടത്തും ഒഴിക്കും. എല്ലായിടത്തും ഒഴിക്കേ, ഇങ്ങോട്ട് ഒഴിക്കേ. അയ്യോ അവിടെ ഒഴിക്കേ. രണ്ടും രക്ഷപ്പെടാൻ പാടില്ല. എല്ലായിടത്തും ഒഴിക്കടാ. അങ്ങോട്ട് ഒഴിക്കും. ഒഴിക്കടാ, മൊത്തം ഒഴിക്കടാ. മൂർത്തി, നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയില്ല മാഡം, വീടിന് ചുറ്റും ആളുകളാ. അയ്യോ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. നമ്മളെ അവര് കൊല്ലുന്നതൊന്ന്. ചേട്ടാ, രണ്ടിന്റെ എല്ലായിടത്തും കഥ ഒഴിക്കും. കഴിച്ചിട്ട് തന്നെ കാര്യം. ഒഴിക്കടാ. അത് മൂർത്തിയുടെ ഫോൺ എവിടെ? അത് മാഡം, എടുക്ക്. ഞാൻ വന്നപ്പോ ഫോൺ കൊണ്ടുവന്നില്ലായിരുന്നു. ശ്ശേ, ഒറ്റയടിക്ക് എല്ലാ ഭാഗത്തും ഒഴിക്കണം. 1000 ആളുകൾ ഒന്നിച്ചു കൂടിയാ പോലും അകത്തുള്ളവർ രക്ഷപ്പെടാൻ പാടില്ല. പുഴയോരം വീട് നാളെ നേരം വെളുക്കുമ്പോ ഉണ്ടാകരുത്. ചാരം മാത്രമായിരിക്കണം ആളുകൾ കാണേണ്ടത്. ഒഴിക്ക്, ചെല്ല്. മൂർത്തി, നമ്മളിനി എന്ത് ചെയ്യും? ഈ ഗോപാലിന് സുനന്ദ എങ്ങോട്ടാ പോയിരിക്കുന്നേ? കുറെ നേരമായല്ലോ. സുനന്ദേച്ചിക്ക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഒന്ന് വിളിച്ചു നോക്കണോ? നീ ഒന്ന് വിളിച്ചു നോക്കേ. അല്ലെങ്കിലും ഗോപാലൻ നമ്മുടെ കൂടെ നിൽക്കുന്നതല്ലേ. ഗോപാലിനോട് എല്ലാവർക്കും വലിയ ദേഷ്യ. കൃഷ്ണേ, വാതിൽ തുറക്ക്. മോളെ ഒന്ന് തുറക്ക്. മോളെ കൃഷ്ണ, ഒന്ന് വേഗം വാതിൽ തുറക്ക്. ഒരു പ്രശ്നമുണ്ട് മോളെ, ഒന്ന് തുറക്ക്. അമ്മ വാ, നമുക്ക് നോക്കാം. എന്താ എന്താ ഏട്ടാ? കൃഷ്ണേ, നമ്മുടെ ദുബായ് കാണിച്ച പണി അറിഞ്ഞോ? ദുബായ് മോളിക്കുട്ടിയും പിന്നെ നാട്ടുകാരും കൂടി പുഴയോരം വീട് കത്തിക്കാൻ നിൽക്കുക. ഈശ്വര, ആ സത്യവതിയെയും മൂർത്തിയെയും അവിടെ ഇട്ട് കത്തിക്കുമെന്ന ഗോപാലൻ പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ ഇവിടെ എന്തായിരിക്കും പൂലെന്നറിയാവോ? ഈശ്വര, എന്തൊക്കെ ഈ ഗോപാലൻ കാണിച്ചു കൂട്ടുന്നേ. മോളെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആലോചിക്കാനൊന്നും സമയമല്ലമ്മേ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിയേ പറ്റൂ. അവരെ എങ്ങനെയും തടയണം, അല്ലെങ്കിൽ ഇത് എവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. നിങ്ങൾ വരുന്നുണ്ടെങ്കിലേ ഞാനും കൂടെ വരാം. അമ്മേ, നമുക്ക് വേഗം ഇറങ്ങാം. ഒരു കാരണവശാലും പുഴയോരം വീട്ടില് അങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ല. ഈശ്വര, അമ്മേ വാ, ഇറങ്ങ. ചേട്ടാ വാ. മൂർത്തി, എല്ലായിടത്തും പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞെന്നാ തോന്നുന്നേ. വല്ലാത്ത മണം. പെട്രോളിൽ തീ വീണ 1-2 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. അയ്യോ, രണ്ടാളും ഒന്ന് പുറത്തിറങ്ങ. അയ്യോ, ദേ അയാള്. പുറത്തിറങ്ങാനാ പറഞ്ഞേ. വാതിൽ തുറക്കാൻ. മൂർത്തി, വാതിൽ തുറക്ക്, തുറക്ക്, പെട്ടെന്ന് പെട്ടെന്ന് നോക്ക്. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങ്. എടാ ഇറങ്ങി വരാനല്ലേ പറഞ്ഞേ. മോളിക്കുട്ടി, അയ്യോ, അവസാനമായിട്ട് രണ്ടിനെയും കൂടി ഒന്നുകൂടെ കാണാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, അകത്തോട്ട് കയറിക്കോ. ഗോപാല, അരുത്, അത് ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിങ്ങളോട് മനസ്സലിവോ?
അതൊക്കെ മനുഷ്യന്മാരോടല്ലേ? അകത്ത് കേറ്. കേറാനാ പറഞ്ഞേ? ഗോപാല വേണ്ട. ഗോപാല, നിനക്ക് എന്താ വേണ്ടത്? കൃഷ്ണന്ന് വാങ്ങിയതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാം. അനിയൻ സാറിനെ രക്ഷിക്കണമെങ്കിൽ അതും ചെയ്യാം. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കേ. തന്റെ ജീവൻ രക്ഷിക്കണം അല്ലേ? വേണ്ട ഗോപാല, വേണ്ട. അയ്യോ ഗോപാല വേണ്ട. ഗോപാല, വേണ്ട, ചെയ്യരുത്. അയ്യോ ഗോപാല, അയ്യോ ഗോപാല വേണ്ട. വേണ്ട ഗോപാല, വേണ്ട. നിന്നെ രക്ഷിക്കണം ഞാൻ. രക്ഷിക്കണം അല്ലേ? രക്ഷിക്കണം. ചെയ്യരുത്, ചെയ്യരുത്. ഗോപാല നിന്നെ കത്തിച്ച് ചാമ്പലാക്കണം. അയ്യോ ഗോപാല ഗോപാല വേണ്ട. വേണ്ട, വേണ്ട, വേണ്ട. ഗോപാല, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞങ്ങളുടെ അനിയൻ സാറിന്റെ കുടുംബത്തിൽ നുഴഞ്ഞു കയറിയ വിഷവിത്താൻ തന്റെ ഉപദേശത്തിലാ ഈ വൃത്തികെട്ട സ്ത്രീ സാറിനെതിരെ നിന്നതും സാറിനെ കുടുക്കിയതും. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം കൊടുത്താൻ പോകുന്നത്. വെന്തുരുകിയ വേദനയിൽ താൻ ഓടി നടക്കുമ്പോ ഈ വീടും ഒപ്പം അങ്ങ് കത്തിക്കോളും. വേണ്ട, വേണ്ട. മോളിക്കുട്ടി, അയ്യോ, ദുബായ് മാമ. അയ്യോ, 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 വേണ്ട, വേണ്ട. വേണ്ട, വേണ്ട. അയ്യോ, ഗോപാല, ഗോപാല വേണ്ട. ചെയ്യരുത്, അയ്യോ, ചെയ്യരുത്. ആരെങ്കിലും ഒന്ന് പറയ്. ചെയ്യല്ലേ. വേണ്ട. ഗോപാല, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ ഗോപാല. കൊണ്ടുപോ 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 മൂർത്തി. ഗോപാല, വേണ്ട, വേണ്ട. വേണ്ട. ഗോപാല മാമ, ഗോപാല, ചെയ്യല്ലേ. ഗോപാല മാമ, ഗോപാല മാമ, എന്തൊക്കെയാ കാണിക്കുന്നേ? മോളെ, കൃഷ്ണൻ, നീ ഇത് തടയണ്ട. നിന്നെ നിന്റെ അച്ഛനെയും ദ്രോഹിച്ചതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പോവാ. നിന്നെ വീടിനകത്തിട്ട് കത്തിക്കുന്നല്ലേ ഇവര് പറഞ്ഞേ? ആ വേദന എന്താണെന്ന് ആദ്യം ഇവരറിയട്ടെ. കത്തിക്ക് ദുബായ് മാമ അങ്ങോട്ട്. വേണ്ട ഗോപാല, വേണ്ട. ചെയ്യരുത്, ചെയ്യരുത്. അയ്യോ വേണ്ട. ഗോപാല മാമ, ചെയ്യരുത്, വേണ്ട. ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞേ. മോളെ കൃഷ്ണേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ പറയും മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്ക, ഞങ്ങൾ തരാം. നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരണ്ട സത്യവതി. നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ. ഗോപാല മാമ, കത്തിക്കാൻ പറഞ്ഞില്ലേ? വേണ്ട, ചെയ്യല്ലേ, ചെയ്യല്ലേ. മോളിക്കുട്ടി, ഇങ്ങ് താ ഗോപാല മാമ, താ. ഇതാണ് പറഞ്ഞത്. ഞാനല്ലേ പറഞ്ഞേ, വിട്. ഗോപാല, മോളെ. എന്നോട് എന്റെ അച്ഛനോടും കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ പേരില് ഇവരെന്തേലും ചെയ്താലേ നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും.